ഹലോ ഗൈസ്, ഇത് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതൊക്കെ പറയാൻ നീ ഏതാ എന്ന് ചോദിക്കരുത്. ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവൊക്കെ ആയിരുന്നു, ബട്ട് ഇപ്പം അങ്ങനെയല്ല. ജോലി, മടി, അങ്ങനെ എല്ലാം കാരണം ഒന്നും അങ്ങ് കറക്റ്റായിട്ട് പോകുന്നില്ല. നാട്ടിലുള്ള പോലെ ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. ഈ ജർമ്മനി വന്നിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നാട്ടിൽ തൃശ്ശൂരായിരുന്നു, ഇവിടെ ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലും പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് 2-3 വീഡിയോസ് ഇട്ടപ്പോൾ എനിക്കതിന് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ എത്തി, എവിടെ പഠിച്ചു, പിന്നെ ജർമ്മനിയിലെ കാര്യങ്ങൾ അവർക്കും ബാക്കിയുള്ളവർക്കും വരാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്ത് എത്താത്ത കാരണം ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ അങ്ങ് ചെയ്യാം യൂട്യൂബിൽ. അപ്പോൾ പിന്നെ എല്ലാത്തിനുള്ള ആൻസറും എല്ലാവർക്കും എല്ലാ സംശയവും മാർക്കിട്ടും. പേര് പറയാൻ വിട്ടുപോയി ഞാൻ. എൻ്റെ പേര് ലിനറ്റ് ആൻഡോസ് എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എങ്ങനെ ജർമ്മനിയിൽ എത്താം? ആദ്യം നമുക്ക് അതിന് ജർമ്മൻ ലാംഗ്വേജ് വേണം. ഇവിടെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ്. നമുക്ക് നഴ്സിംഗ് ആണ് പഠിക്കേണ്ടതെങ്കിൽ B2 ലെവലാണ് വേണ്ടത്. ഓരോ ഹോസ്പിറ്റലിനും അവർ അതിൻ്റെതായ മാൻഡറ്ററി ആയിട്ടുള്ള ലാംഗ്വേജ് ലെവൽ പറയുന്നുണ്ട്. നഴ്സിംഗിന് B2 ലെവൽ വേണം. അപ്പോൾ ഞാൻ നാട്ടിൽ പഠിച്ചത് കോട്ടയത്ത് പാലയിലായിരുന്നു. ACSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിലാണ് ഞാൻ പഠിച്ചത്. അത്യാവശ്യം നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ പഠിക്കാനും. പിന്നെ ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ക്ലാസ് പോലെ ഓൺലൈനിൽ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ടായിരുന്നു, ജർമ്മൻ മിറ്റ് മിക്കുന്ന്. അതിനകത്ത് ഒരു ക്ലാസ് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ എക്സാം എഴുതിയതും പാസ്സായതും എല്ലാം. പിന്നെ എക്സാം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. നമുക്ക് എക്സാംസ് പല ടൈപ്പ് ഉണ്ട്. ഗ്യോത്തെ, ECL, ടെൽക്ക്, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ഞാൻ ഗ്യോത്തെയാണ് എഴുതിയത്. ഗ്യോത്തെയാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യാറ്. കൂടുതലായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസും അങ്ങനെ എല്ലാം കിട്ടുന്നതും ഗ്യോത്തയുടെ ആയിരിക്കും. അപ്പോൾ ഞാൻ അത് കാരണം ഗ്യോത്ത് പ്രിഫർ ചെയ്ത് ഗ്യോത്ത് എഴുതി. ഇത് നമുക്ക് വേണ്ട കാര്യം പ്രോസസ്സിങ്. അതിനൊരു ഏജൻസി വേണം. അപ്പോൾ നാട്ടിൽ നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എനിക്കറിയാം, എനിക്കും പ്രത്യേകിച്ച് നല്ല ഏജൻസീസ് ഒന്നും അറിയത്തില്ല. ഞാനും ഒരു വട്ടം പണി കിട്ടിയ ഒരാളാണ്. ഞാൻ പിന്നീട് അതിന് മുതിർന്നില്ല. ഒരു അറിയുന്ന ഒരാൾ വഴി വന്നു. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കിവിടെ വന്നിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി ഒരു കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏജൻസീസ് കൊണ്ടുവരുന്ന ഏജൻസീസ് ഉണ്ട്, ബട്ട് ഇവിടെ വന്നാലും അവരെല്ലാത്തിനും കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും എല്ലാം ചെയ്യേണ്ടി വരിക. എൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ അവരോട്. അങ്ങനെ ഏജൻസി കണ്ടുപിടിച്ച് അവർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള അയച്ചു കൊടുക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർ നമുക്ക് ജർമ്മനിയിലുള്ള സ്കൂളും എംപ്ലോയറുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ഓരോ ഇന്റർവ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺട്രാക്ട് വരും. കോൺട്രാക്റ്റിൽ നമ്മുടെ സ്റ്റൈഫൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റൈഫൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇത് വെച്ച് വിസയ്ക്ക് വെക്കും. വിസയ്ക്ക് വെച്ച് അത് റിജക്റ്റ് ആവാം. ചിലപ്പോൾ നമുക്ക് കിട്ടാം. എനിക്ക് കിട്ടി, ദൈവാനുഗ്രഹം കാരണം. ഫസ്റ്റ് ടൈം അതിന് കിട്ടി. സെക്കൻഡ് ടൈം വെച്ച് കിട്ടുന്നവരൊക്കെ ഉണ്ട്. അതിന് പ്രശ്നം വരുന്നത് നമ്മുടെ ലാംഗ്വേജും. 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. IELTS പോലെ തന്നെ 4 മൊഡ്യൂൾസ്. അത് നമുക്ക് 4 ഇല്ലെങ്കിൽ ചിലപ്പോൾ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അപ്പോൾ എനിക്ക് 4 മൊഡ്യൂൾ കിട്ടിയിട്ടാണ് ഞാൻ പ്രോസസ്സിങ് ചെയ്തത്, വിസയ്ക്ക് വെച്ചത്. അത് കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. എളുപ്പം എല്ലാം ദൈവാനുഗ്രഹം കാരണം എല്ലാം ഓക്കെ ആയിട്ട് വന്നു. അങ്ങനെ വിസ വന്നു, ടിക്കറ്റ് എടുക്കുന്നു, ഇവിടെ ലാൻഡ് ചെയ്യുന്നു. അവരെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ടുവരുന്നവർ. അങ്ങനെ ഇവിടെ എത്തി. ഇപ്പോൾ 3 മാസത്തോളം കഴിഞ്ഞ് 4 മാസം ആവുന്നു. ഈ ഫെബ്രുവരി 12 ആകുമ്പോൾ 4 മാസമാവും ഞാനിവിടെ ജർമ്മനിയിൽ എത്തിയിട്ട്. അങ്ങനെയാണ് ഞാൻ ജർമ്മനി എത്തിയത്. ഞാൻ ജർമ്മൻ പഠിച്ച കാര്യം എല്ലാം പറഞ്ഞു. ഇനി എന്താണ് സ്റ്റൈഫൻഡ്? സ്റ്റൈഫൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്ക് ജീവിക്കണമല്ലോ ഇവിടെ. അപ്പോൾ ആ ഒരു കോസ്റ്റ്, ലിവിങ് കോസ്റ്റ് അവർ നമുക്ക് തരികയാണ്. ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിൽ, എൻ്റെ കേസ് ആണെങ്കിൽ എനിക്കൊരു 1 lakh ആണ് മന്ത്ലി സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുന്നത്. നാട്ടിലെ 1 lakh, ഇവിടെ എന്ന് പറഞ്ഞാൽ 1000 euro ആണ്. യൂറോ ആണ് ഇവിടുത്തെ കറൻസി. അങ്ങനെ അത് കിട്ടും. നമ്മളിത് കിട്ടുന്നതിന് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയറി മാത്രമല്ല ഉണ്ടാവുക. നാട്ടിൽ പ്രാക്ടിക്കൽ ഭയങ്കര കുറവായിരിക്കും, ബട്ട് ഇവിടെ പ്രാക്ടിക്കലാണ് തിയറിനേക്കാളും കൂടുതലും. അതിന് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ. ആസ് എ നേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. നേഴ്സിൻ്റെ അത്രയും ചെയ്യുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് ഒരു പേയ്മെൻറ്റ് പോലെയാണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ പല സ്കൂളുകൾ, കുറേ ഡിഫറെൻറ്റ് സ്കൂളുകളുണ്ട്, പല എംപ്ലോയീസ് ഉണ്ട്, ഡിഫറെൻറ്റ് എംപ്ലോയീസ് ഉണ്ട്. അവരെല്ലാം പല എമൗണ്ടാണ് കൊടുക്കുന്നത്. ഒരു 800 മുതൽ 1,40,000 വരെ കിട്ടുന്നവരുണ്ട്. നമുക്ക് കോൺട്രാക്റ്റിൽ വരുന്നത് 1,30,000 40,000 ഒക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് അത്രയും കയ്യിൽ കിട്ടില്ല. ഇപ്പോൾ എൻ്റെ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എനിക്ക് 1,30,000 ആണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് കൈ കിട്ടുന്നത് 1 lakh ഉള്ളൂ. ബാക്കി
ടാക്സ് പിടിക്കുന്നതാണ്. പിന്നെ എല്ലാ വർഷത്തിലും ഇതിൽ ചെറിയ ഇൻക്രീസ് ഉണ്ടാവും, ഒരു 100 യൂറോ ഒക്കെ വെച്ച് നമുക്ക് കൂടും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ വൈറ്റ് ബിൽഡിംഗ് ചെയ്യണം. അതായത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഒരു ഡിഗ്രി ലെവൽ ആക്കണമെങ്കിൽ നമ്മൾ പിന്നെയും 1 ഇയറോ 2 ഇയറോ പഠിക്കേണ്ടി വരും. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പറഞ്ഞു എൻ്റെ തൊണ്ടല്ലേ വെള്ളം പറ്റി. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ജർമ്മൻ വിശേഷങ്ങൾ അറിയാനും എന്നെപ്പറ്റി അറിയാനും ജർമ്മൻ ലൈഫ് അറിയാനും എങ്ങനെയൊക്കെ ജർമ്മനിൽ വരാൻ പറ്റും എന്നറിയാനും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുന്നൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.